갑자기 내게 나타나준 너 난 아무 말도 할 수가 없었지 첫눈에 반한다는 이야기가 അസ്സലാമു വ്യൂവേഴ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഓക്സിബ്ലീച്ച് ചെയ്യുന്ന ഒരു വീഡിയോയുമായിട്ടാണ്. ഓക്സിബ്ലീച്ച് കുറച്ച് മുന്നേ ചെയ്ത ഒരു വീഡിയോയിൽ എത്ര പുതുമുള്ളത്. ഇതിന്റെ പുതുമ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നൊരു കെമിക്കൽ ബ്ലീച്ചും പിന്നെ ഒരു DIY ബ്ലീച്ചുമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഇതെനിക്ക് DIY ബ്ലീച്ച് നിനക്കും കെമിക്കൽ ബ്ലീച്ച് എനിക്കും. തീർച്ചയായിട്ടും. അതിന്റെ മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് DIY ബ്ലീച്ച് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം നമ്മൾ DIY ബ്ലീച്ചിന്റെ ക്രീമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഒരു സ്പൂണ് കോൺഫ്ലോർ ഇടണം. അതിനുശേഷം നമ്മൾ നല്ല കട്ട തൈര് ഇടണം. അതിനുശേഷം നമ്മൾ ഒരു ചെറുതായിട്ട് ഒരു 2-3 ഡ്രോപ്സ് ചെറുനാരങ്ങ നീര് ഇട്ടിക്കണം. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഒരു ക്രീം നമുക്ക് നന്നായിട്ടൊരു ക്രീം കിട്ടിയിട്ടുണ്ടാവും. ഇനി നമ്മളിത് കെമിക്കൽ ബ്ലീച്ചിൻ്റെ പോലെ ഒരു ആക്ടിവേറ്റർ ഉണ്ടാക്കാം. നമ്മൾ സാധാരണ കെമിക്കൽ ബ്ലീച്ചിൽ ഇതുപോലെ ഒരു ആക്ടിവേറ്റർ ഉണ്ടാവും. അപ്പോൾ നമുക്ക് നമ്മളെ DIY ബ്ലീച്ചിലും ഒരു ആക്ടിവേറ്റർ ആവശ്യമാണ്. വൈറ്റമിൻ സിൻ്റെ ടാബ്ലറ്റ് പൊട്ടിച്ചിട്ടതാണ് നമ്മുടെ ആക്ടിവേറ്റർ. വൈറ്റമിൻ സിൻ്റെ ടാബ്ലറ്റ് നമുക്ക് പൊട്ടിക്കാം. ഈ ക്രീമിൽ നമ്മൾ വൈറ്റമിൻ സി ടാബ്ലറ്റ് ആഡ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ സ്കിന്നിൽ ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് നൽകുവാനും കൂടാതെ ആൻറ്റി ഏജിങ്ങിനും വൈറ്റമിൻ സി ടാബ്ലറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിലേക്ക് അല്പം കസ്തൂരി മഞ്ഞൾപ്പൊടി കൂടി ചേർക്കണം. കസ്തൂരി മഞ്ഞൾപ്പൊടി പിന്നെ പണ്ട് കാലം തൊട്ടേ സ്കിൻ ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണല്ലോ. കറിക്ക് ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യരുത് കേട്ടോ. കസ്തൂരി മഞ്ഞൾപ്പൊടി തന്നെ യൂസ് ചെയ്യണേ. പിന്നെ ഇതിലുള്ള കോൺഫ്ലവർ നമ്മുടെ സ്കിന്നിനെ ടൈറ്റൺ ആക്കി നിർത്തുവാനും നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഡാർക്ക് പാച്ചസ് എല്ലാം റിമൂവ് ചെയ്ത് മുഖം വളരെയധികം ബ്രൈറ്റൺ ആക്കാനും ഹെൽപ്പ് ചെയ്യും. കൂടാതെ ഇതിലടങ്ങിയിരിക്കുന്ന തൈര്, ലെമൺ ജ്യൂസ് ഇത് രണ്ടും സ്കിൻ ബ്ലീച്ചിങ്ങിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന 2 ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ ഇതെല്ലാം ചേരുന്ന ക്രീം നമ്മുടെ മുഖത്ത് തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരുത്തുമെന്നുള്ളതിന് ഒരു സംശയമില്ല. അപ്പം നമ്മൾ ക്രീം അപ്ലൈ ചെയ്യുന്നതിന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഏത് വസ്തു നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഞാൻ കെമിക്കൽ ബ്ലീച്ച് ആയത് കാരണം കൊണ്ട് തന്നെ ഞാൻ ഈ ക്ലെൻസറാണ് യൂസ് ചെയ്യുന്നത്. മോള് നീ എന്ത് ക്ലെൻസർ യൂസ് ചെയ്യുന്നത്? ഞാൻ പാൽ ഉപയോഗിച്ചിട്ടാണ് DIY ബ്ലീച്ചിന് ക്ലെൻസ് ചെയ്യുന്നത്. എന്നാൽ ലെറ്റ്സ് സ്റ്റാർട്ട്. ഞാനിവിടെ ആയുഷിൻ്റെ ഒരു ക്ലെൻസറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ആയുഷിൻ്റെ ക്ലെൻസർ യൂസ് ചെയ്യുന്നത് കാരണം കൊണ്ട് തന്നെ മോൾക്കും ക്ലെൻസർ വേണമെന്ന് പറഞ്ഞത് കാരണം കൊണ്ടാണ് കേട്ടോ പാൽ കൊണ്ട് ക്ലെൻസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ പച്ചവെള്ളത്തിൽ മുഖം സോപ്പിട്ട് കഴുകി വൃത്തിയാക്കിയാലും മതിയാവും. അങ്ങനെ നമുക്ക് ഓക്സിബ്ലീച്ച് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് മിക്സ് ചെയ്യാം. ഓക്സിബ്ലീച്ച് ചെയ്യുന്നതിന് വീഡിയോ ഞാനിതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഒരു കുറച്ച് ആക്ടിവേറ്റർ ഫുള്ള് ഞാൻ യൂസ് ചെയ്യാറില്ല. ഇതിലൊരു 3/4 പങ്ക് ആക്ടിവേറ്ററാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലൊരു തരി പോലും ബാക്കിയില്ലാത്ത തരത്തിൽ വേണം നമ്മളിത് മിക്സ് ചെയ്യാൻ. ഒരു തരി പോലും ഇല്ലാണ്ട് നന്നായിട്ട് അലിഞ്ഞൊന്ന് ഉറപ്പ് വരുത്തിയിട്ടുള്ളൂ നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുക. ഈ കെമിക്കൽ ബ്ലീച്ച് കൊണ്ടൊന്ന് ഉപകാരം. കെമിക്കൽ ബ്ലീച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് കിട്ടും. അതായത് നമ്മുടെ സ്കിന്നിന് കുറച്ച് കളർ വരുത്തും. പിന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ചെറിയ ബ്ലാക്ക് ഹെയർസ് ഉണ്ടാവില്ലേ, ഫേഷ്യൽ ഹെയർസ് ഉണ്ടാവില്ലേ, അതൊക്കെ നമ്മുടെ സ്കിന്നിൻ്റെ ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആക്കും. നമ്മുടെ മുഖത്തുണ്ടാകുന്ന എണ്ണമയം അതുപോലത്തെ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. അത് ഉണ്ടാവാതെ മുഖം നല്ല ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് പെട്ടെന്ന് കിട്ടും. കെമിക്കൽസിൻ്റെ ഗുണം തന്നെ അതാണ്. നമ്മുടെ DIY ബ്ലീച്ച് ഒക്കെ ആണെങ്കിൽ അത് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോഴുള്ളൂ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. ഇത് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് അപ്പം തന്നെ കിട്ടുന്നുള്ളതാണ് കെമിക്കൽ ബ്ലീച്ചിൻ്റെ ഗുണം. പക്ഷേ 20 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചെയ്യാതിരിക്കും ബെറ്റർ. അല്ല, DIY ബ്ലീച്ചിൻ്റെ പോലെ ഇത് സ്ഥിരമായിട്ട് ഇടാൻ പറ്റും? അയ്യോ, സ്ഥിരമായിട്ട് ഇടാൻ പാടില്ല. ഇത് മാസത്തിൽ ഒരിക്കൽ ഇടാൻ പാടുള്ളൂ. കെമിക്കലായ കാരണം അത്രയും ദിവസത്തിൽ നീണ്ടു നിൽക്കും ചോദിച്ചാൽ 15 ദിവസം തീർച്ചയായിട്ടും നീണ്ടു നിൽക്കും. പിന്നെ അത് മങ്ങി വരും. നമ്മുടെ ഫേഷ്യൽ ഹെയർസ് ബ്ലാക്ക് കളർ ആകുമ്പോഴാണ് നമ്മൾ വീണ്ടും ബ്ലീച്ച് ചെയ്യുക. അതല്ലാതെ കെമിക്കൽ ബ്ലീച്ച് ഒരിക്കലും
ആഴ്ചയിൽ 2 പ്രാവശ്യം, മാസത്തിൽ 3 പ്രാവശ്യം ഒന്നും ചെയ്യാൻ പാടില്ല. അതിൻ്റെ ക്രീം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്ലൈ ചെയ്യാം. കെമിക്കൽ ബ്ലീച്ച് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ പുരികത്തിൻ്റെ മുകളിൽ കുറച്ച് വാസ്ലിൻ തേക്കുന്നത് നന്നായിരിക്കും. കാരണം ബ്ലീച്ച് നമ്മുടെ മുഖത്തുള്ള ഹെയർസ് ഗോൾഡൻ കളറാക്കും. കൂടാതെ ഇത് കണ്ണിൻ്റെ 4 പുറം അപ്ലൈ ചെയ്യാനും പാടില്ല. പാച്ച് ടെസ്റ്റ് ചെയ്യാതെ ആദ്യമായി ഒരാളും കെമിക്കൽ ബ്ലീച്ച് ചെയ്യരുത്. അപ്പോൾ നമ്മൾ ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ 20 മിനിറ്റിന് ശേഷമാണ് ഇത് റിമൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 15 മിനിറ്റ് നടക്കുമ്പോൾ നമ്മളത് അപ്ലൈ ചെയ്തിട്ട് 15 മിനിറ്റ് ആയിട്ടുണ്ട്. എനിക്ക് 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇത് റിമൂവ് ചെയ്യേണ്ടത്. പക്ഷേ മോളുടെ ഡ്രൈ ആവുന്നുണ്ട്. ഓവർ ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ ഇത് പിന്നെ തുടച്ചെടുത്താൽ നമ്മൾ ഫേഷ്യൽ ഹെയർസിൻ്റെ മുകളിൽ മൊത്തം ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. അതുകൊണ്ട് ഹാഫ് ഡ്രൈഡ് വേണം നമ്മൾ റിമൂവ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ റിമൂവ് ചെയ്യും. അങ്ങനെ നമ്മൾ ബ്ലീച്ച് ക്രീം ഇട്ടിട്ടുണ്ട്. ഇനി മൂക്കിൻ്റെ ഇവിടെയൊക്കെ നല്ല ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉള്ള ആൾക്കാർ എന്തെങ്കിലും ഒരു സ്ക്രബ് യൂസ് ചെയ്യാം. ഞാൻ മോളുടെ മുഖത്ത് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഇല്ലാത്തത് കാരണം കൊണ്ട് സ്ക്രബ് യൂസ് ചെയ്യുന്നില്ല. പക്ഷേ ബ്ലീച്ച് ചെയ്തതിൻ്റെ മുഴുവൻ ഗുണം നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. നമുക്ക് ഫേസ് പാക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കോൺഫ്ലോർ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ യൂസ് ചെയ്തിട്ടുള്ള ഫേസ് പാക്ക് ഞാൻ മുൻപൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഫേസ് പാക്കാണത്. പിന്നീട് നമ്മൾ ഒരു 1.5 ടീസ്പൂണോളം പാലും കൂടി ചേർക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഇതൊരു റണ്ണിങ് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അങ്ങനെ നമുക്ക് ഈ ഫേസ് പാക്ക് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാം. ബ്ലീച്ച് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ടീനേജേഴ്സിന് പേടി കൂടാതെ ചെയ്യാൻ പറ്റുന്ന ഒരു നാച്ചുറൽ ബ്ലീച്ചാണ് ഇത്. ഇത് നിങ്ങളുടെ മുഖത്ത് തീർച്ചയായിട്ടും ഒരു വിസിബിൾ ചേഞ്ച് തന്നെ ഉണ്ടാക്കും. എൻ്റെ റിമൂവ് ചെയ്യാൻ സമയത്ത് നമ്മുടെ ഈ സ്കിന്നിൻ്റെ ഇതേ കളറായിട്ടുണ്ടാവും ഈ ഫേഷ്യൽ ഹെയർസും. ഇവിടെ ഫേഷ്യൽ ഹെയർസ് ഒന്നും കാണാനുണ്ടല്ലോ. കൊള്ളാമോ? ഓക്സിബ്ലീച്ച് ക്രീം അപ്ലൈ ചെയ്യും. പോസ്റ്റ് ബ്ലീച്ച് എന്തിനാ? പോസ്റ്റ് ബ്ലീച്ച് ക്രീം നമ്മൾ ഈ ബ്ലീച്ച് ചെയ്തതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവില്ല. അത് കുറച്ച് നീണ്ടു നിൽക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്തൊരു ഒരു 2-3 മിനിറ്റ്സോളം നമ്മൾ മസാജ് ചെയ്ത് വെക്കും. അപ്പോൾ നമ്മുടെ കെമിക്കൽ ബ്ലീച്ചിങ് ഇവിടെ ഫിനിഷ് ആയിരിക്കും. ഇനി നമുക്ക് DIY ബ്ലീച്ച് നോക്കാം. അങ്ങനെ നമ്മൾ ഫേസ് പാക്ക് എല്ലാം നമ്മൾ റിമൂവ് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ വലിയ ചേഞ്ച് ഒന്നും ഫീൽ ചെയ്യില്ല. പക്ഷേ DIY ബ്ലീച്ചും കെമിക്കൽ ബ്ലീച്ചിനെ പോലെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ബ്ലീച്ചായിരുന്നു. അപ്പോൾ നമ്മുടെ കെമിക്കൽ ബ്ലീച്ചിങ്ങും DIY ബ്ലീച്ചിങ്ങും ഫിനിഷ് ആയിട്ടിരിക്കുകയാണ്. വെളുപ്പ് ഞാട്ടാം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ഒരു കൂൾ ടൈം ആശംസിക്കുന്നു. അമ്മൊക്കെ പറഞ്ഞിട്ടാക്കി അടുത്തൊരു വീഡിയോ പോയി കാണാം.